ഹലോ, സ്മാർട്ട് പി സി ഓൺലൈനിലേക്ക് സ്വാഗതം. ഞാൻ സ്ഥലത്തില്ലായിരുന്നു, അതുകൊണ്ടാണ് 2 ദിവസം ക്ലാസ്സിലാത്തത്. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇപ്പം നമ്മൾ LDC ഈ നടന്ന എല്ലാ പരീക്ഷയിലും ഉപരാഷ്ട്രപതിയായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ കുറച്ച് ഡീപ്പായിട്ടുള്ള കുറച്ച് പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. നമ്മളിന്ന് അത് മാത്രമേ പഠിക്കുന്നുള്ളൂ, പക്ഷേ നിങ്ങൾ കേട്ടിരിക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ നല്ല കുറച്ച് എക്സ്ട്രാ പോയിൻ്റൊക്കെ നിങ്ങൾക്ക് ഈ ക്ലാസ്സിൽ നിന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം. എല്ലാവരും ക്ലാസ് നന്നായിട്ട് കണ്ട് നിങ്ങൾക്ക് ഉപയോഗപ്പെടുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ വരുത്താനുണ്ടെങ്കിൽ അതൊക്കെ കമൻറ്റ് ചെയ്യുക. ഞാൻ വേറെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം ഒന്നും പറയുന്നില്ല. എൻ്റെ അഭിപ്രായങ്ങൾ, ഒപ്പീനിയൻസ് എന്ത് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം. നമുക്കറിയാം, ഇന്ത്യൻ പ്രസിഡൻറ്റിൻ്റെ അഭാവത്തിൽ അദ്ദേഹത്തിൻ്റെ ചുമതല നിർവഹിക്കുന്ന ആരാണ്? വൈസ് പ്രസിഡൻ്റാണ്. മനസ്സിലായില്ലേ? നമ്മുടെ പ്രസിഡൻറ്റിൻ്റെ അഭാവത്തിൽ അദ്ദേഹത്തിൻ്റെ ചുമതല വഹിക്കുന്നത് ആരാണ്? വൈസ് പ്രസിഡൻ്റാണ്. ഇത് നമുക്ക് ഏതെങ്കിലും ഒരു ആർട്ടിക്കിളിൽ പരാമർശമുണ്ടോ? ഇല്ല. ഇവിടെ ഈ പ്രസിഡൻറ്റ്, വൈസ് പ്രസിഡന്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭരണഘടനാ പദവികളാണ്. മനസ്സിലായില്ലേ? അപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഭരണഘടനയിൽ പരാമർശമില്ലാതെ പ്രസിഡന്റ് ഇല്ലാത്ത സമയത്ത് രാഷ്ട്രപതി അല്ലെങ്കിൽ ഉപരാഷ്ട്രപതിക്ക് അല്ലെങ്കിൽ വൈസ് പ്രസിഡന്റിന് കാര്യങ്ങൾ നോക്കാൻ പറ്റും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇല്ല. ആർട്ടിക്കിളിൽ പരാമർശമുണ്ട്. ഏത് ആർട്ടിക്കിളാണ്? 60 ആണല്ലോ. അല്ല, ആർക്ക് പറയാം? 65. ഞാനത് ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളത് നിങ്ങൾക്ക് 65. മനസ്സിലായില്ലേ? പ്രസിഡന്റിന്റെ അഭാവത്തിൽ വൈസ് പ്രസിഡന്റ് കാര്യങ്ങൾ നിർവഹിക്കുന്നു എന്ന് നിങ്ങൾ എഴുതണ്ട, കേട്ടിരുന്നാടാ. പ്രധാനപ്പെട്ട എന്തെങ്കിലും മറന്നു പോകുന്ന സാധനങ്ങളുണ്ടെങ്കിൽ എഴുതി വെച്ചാൽ കേട്ടാ. വൈസ് പ്രസിഡന്റ് കാര്യങ്ങൾ നിർവഹിക്കുന്നു എന്ന് പറയുന്നത് ഏത് ആർട്ടിക്കിളിലാണ്? 60. എന്നുവെച്ചാൽ അവിടെ വേറൊരു ചോദ്യമുണ്ട്. ഈ സമയത്ത് ഈ വൈസ് പ്രസിഡന്റ് അറിയപ്പെടുന്ന പേരെന്താണ്? അതായത് വൈസ് പ്രസിഡന്റ് ആ സമയത്ത് അറിയപ്പെടുന്ന പേരെന്താണ് ചോദ്യം. അത് നിങ്ങൾ പഠിച്ചോണം. ആ സമയത്ത് വൈസ് പ്രസിഡന്റ് അല്ലെങ്കിൽ ഉപരാഷ്ട്രപതി അറിയപ്പെടുന്ന പേര് ആക്ടിംഗ് പ്രസിഡന്റ് എന്നാണ്. എന്താണ്? ആക്ടിംഗ് പ്രസിഡന്റ്. മനസ്സിലായ? ആക്ടിംഗ് പ്രസിഡന്റ് എന്നാണ്. ഓക്കെ. പിന്നെ വേറൊരു കാര്യം ഞാൻ ചോദിക്കുകയാണ്, ഇങ്ങനെ ആക്ടിംഗ് പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ ഇപ്പം നമുക്കറിയാം വൈസ് പ്രസിഡന്റിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചുമതല എന്താണ്? അതല്ല, രാജ്യസഭ ചെയർമാനായിട്ട് പ്രവർത്തിക്കുന്നത് ആരാണ്ടായി? വൈസ് പ്രസിഡന്റ്. ഉപരാഷ്ട്രപതി അല്ലേ? നമ്മുടെ ഉപരാഷ്ട്രപതിയാണ് രാജ്യസഭയുടെ എന്തായാലും പ്രവർത്തിക്കുന്നത്? ചെയർമാനായിട്ട്. അല്ലെങ്കിൽ രാജ്യസഭ നിയന്ത്രിക്കുന്നത് ആരാണ്? ഈ ഉപരാഷ്ട്രപതിയാണ്. ഇങ്ങനെ ആക്ടിംഗ് പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്ത് രാജ്യസഭയുടെ അധ്യക്ഷത വഹിക്കാൻ ഉപരാഷ്ട്രപതിക്ക് കഴിയുമോ ഇല്ലേ? കഴിയില്ല എന്നതാണ് ആൻസർ കേട്ടോ. ആക്ടിംഗ് പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ രാജ്യസഭയുടെ അധ്യക്ഷത വഹിക്കാൻ ഉപരാഷ്ട്രപതിക്ക് സാധിക്കില്ല. ഓക്കെ, അതൊരു പ്രധാനപ്പെട്ട പോയിന്റാണ്. ഉപരാഷ്ട്രപതിക്ക് സാധിക്കത്തില്ല. ഇപ്പം നമുക്കറിയാം, ഇപ്പം നമ്മുടെ ഈ രാജ്യസഭയ്ക്ക് തന്നെ ചെയർമാനും ഡെപ്യൂട്ടി ചെയർമാനും ഉണ്ട്. ഇപ്പോൾ രാജ്യസഭയുടെ ചെയർമാൻ ആണെന്ന് കേട്ട് കഴിഞ്ഞാൽ ജഗദീപ് ധൻഖർ ഇപ്പോഴത്തെ ചെയർമാൻ. ഓക്കെ, ഇപ്പോഴത്തെ ഡെപ്യൂട്ടി ചെയർമാൻ ആരാണ്? ഡെപ്യൂട്ടി ചെയർമാൻ രാജ്യസഭ ഡെപ്യൂട്ടി ചെയർമാൻ ആരാണ്? രാജ്യസഭ ഡെപ്യൂട്ടി ചെയർമാൻ ഹരിവംശ് നാരായൺ സിംഗ് ആണ്. ആരാണ്? ഹരിവംശ് നാരായൺ സിംഗ്. രാജ്യസഭയുടെ ഡെപ്യൂട്ടി ചെയർമാന്റെ പേരെന്താണ്? ഹരിവംശ് നാരായൺ സിംഗ് ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആ ഒരു കാര്യം മനസ്സിലാക്കി. പ്രസിഡന്റിന്റെ അഭാവത്തിൽ നമ്മുടെ അദ്ദേഹത്തിന്റെ ചുമതല വഹിക്കുന്ന ആരാണ്? വൈസ് പ്രസിഡന്റ് അല്ലെങ്കിൽ ഉപരാഷ്ട്രപതി. ആസ് പെർ ആർട്ടിക്കിൾ 65 ഈ സമയത്ത് ഉപരാഷ്ട്രപതി അറിയപ്പെടുന്നത് ആക്ടിംഗ് പ്രസിഡന്റ് എന്നാണ്. എന്തെന്ന് അറിയപ്പെടുന്നത്? ആക്ടിംഗ് പ്രസിഡന്റ് എന്നാണ്. ആക്ടിംഗ് പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ രാജ്യസഭയിൽ അധ്യക്ഷത വഹിക്കാൻ ഉപരാഷ്ട്രപതിക്ക് കഴിയില്ല. ഓക്കെ, അപ്പം നമ്മൾ 2 പോയിന്റ് പറഞ്ഞു. രാജ്യസഭയ്ക്ക് ചെയർമാനും ഡെപ്യൂട്ടി ചെയർമാനും ഉണ്ട്. അതായത് രാജ്യസഭാ ചെയർമാനായ ഉപരാഷ്ട്രപതിയുടെ അഭാവത്തിൽ രാജ്യസഭയിലെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന ഡെപ്യൂട്ടി ചെയർമാനാണ്. അത് ആരെന്ന് കേട്ട് കഴിഞ്ഞാൽ നിലവിലെ ഡെപ്യൂട്ടി ചെയർമാൻ ആരെന്ന് കേട്ട് കഴിഞ്ഞാൽ ഹരിവംശ് നാരായൺ സിംഗ് ആണ്. ഓക്കെ, ഇനി അടുത്ത് ഇന്ത്യൻ വൈസ് പ്രസിഡന്റിന് എത്ര കാലം വരെയാണ് ആക്ടിംഗ് പ്രസിഡന്റായി തുടരാൻ കഴിയുന്നത്? എത്ര കാലം? അടുത്ത രാഷ്ട്രപതി ആവുന്നവരെ 6 മാസം. എത്രയാണ്? 6 മാസം. മനസ്സിലായ? 6 മാസം മാത്രമേ ഇദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? ഈ പറയുന്ന ആക്ടിംഗ് പ്രസിഡന്റ് ആയിട്ട് തുടരാൻ പറ്റത്തുള്ളൂ. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ. ഈ ലോകസഭയിലെ സ്പീക്കർക്ക് തുല്യമായ പദവിയാണ് രാജ്യസഭയിൽ വൈസ് പ്രസിഡന്റ് വഹിക്കുന്നത് എന്ന് പറഞ്ഞാൽ ശരിയാണ്? ലോകസഭയിൽ സ്പീക്കർക്ക് തുല്യമായ പദവിയാണ് രാജ്യസഭയിൽ ഈ പറയുന്ന ഉപരാഷ്ട്രപതി വഹിക്കുന്ന പറഞ്ഞാൽ ശരിയാണ്? അവസാനം ശരിയാണ്? പ്രസ്താവനയായിട്ട് ഞാൻ പറയാം.
ലോകസഭാ സ്പീക്കർക്ക് തുല്യമായ പദവിയാണ് രാജ്യസഭയിൽ ഉപരാഷ്ട്രപതി വഹിക്കുന്നത്. ശരിയാണോ തെറ്റാണോ? ശരിയാണ്. അപ്പം രാജ്യസഭയുടെ അധ്യക്ഷൻ, ലോകസഭയുടെ അധ്യക്ഷനാണെന്ന് ഇട്ട് കഴിഞ്ഞാൽ സ്പീക്കർ, അതുപോലെ രാജ്യസഭയുടെ അധ്യക്ഷനാണെന്ന് ഇട്ട് കഴിഞ്ഞാൽ ഉപരാഷ്ട്രപതി. ഈ രണ്ട് പദവികളും എന്താണ്? ഈക്വലാണ്. മനസ്സിലായ? ഓക്കെ, അപ്പോൾ അതും കൂടെ ഒന്ന് ഓർത്ത് വേണേ. വൈസ് പ്രസിഡന്റ് എന്ന പദവിക്കല്ല അദ്ദേഹത്തിന് ശമ്പളം ലഭിക്കുന്നത് രാജ്യസഭ ചെയർമാൻ എന്ന നിലയ്ക്കാണ്. മനസ്സിലായ? ഇപ്പം നമ്മൾ വൈസ് പ്രസിഡന്റ് സാലറി എത്ര നേട്ടം നമ്മൾ പറയേണ്ടത് 4 ലക്ഷമാണ്. മനസ്സിലായ? വൈസ് പ്രസിഡന്റ് അല്ലെങ്കിൽ ഉപരാഷ്ട്രപതിയുടെ സാലറി എത്രയാണ്? 4 ലക്ഷമാണ്. ഓക്കെ, രാഷ്ട്രപതി സാലറി എത്രയാണ് ഇപ്പോഴ്? 5 ലക്ഷം രാഷ്ട്രപതി സാലറി. പക്ഷേ ഈ സാലറി ലഭിക്കുന്നത് അദ്ദേഹത്തിന് ഏത് നിലയിലാണ്? ഉപരാഷ്ട്രപതി നിലയിലല്ല, പകരം രാജ്യസഭ ചെയർമാൻ എന്ന നിലയിലാണ്. മനസ്സിലായ? നിങ്ങളുടെ ലോജിക്ക് മനസ്സിലാക്കുക ഇത്രയേ ഉള്ളൂ. നമുക്കിപ്പോൾ രാഷ്ട്രപതി ലൈവായിട്ട് എപ്പോഴും ഉണ്ടാവും. രാഷ്ട്രപതി ഇല്ലാത്ത സാഹചര്യങ്ങൾ വളരെ കുറച്ച് മാത്രമേ എന്ത് ചെയ്യാറുള്ളൂ? ഉണ്ടാവാറുള്ളൂ. മനസ്സിലായ? അപ്പോൾ അതുകൊണ്ട് ഈ ഉപരാഷ്ട്രപതിയായി തിരഞ്ഞെടുക്കപ്പെടുന്ന ആളുടെ പ്രധാന ജോലി എന്താണ്? രാജ്യസഭ ചെയർമാനായിട്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഇദ്ദേഹത്തിന് ഈ സാലറി ലഭിക്കുന്നത് വൈസ് പ്രസിഡന്റ് എന്ന നിലയ്ക്കല്ല, അല്ലെങ്കിൽ വൈസ് പ്രസിഡന്റ് എന്ന പദവിക്കല്ല അദ്ദേഹത്തിന് ശമ്പളം ലഭിക്കുന്നത്. പകരം എന്തിനാണ്? രാജ്യസഭ ചെയർമാനായിട്ടാണ് ശമ്പളം ലഭിക്കുന്നത്. ശമ്പളം എത്രയാണ്? 4 ലക്ഷമാണ്. 4 ലക്ഷമാണ്. ഓക്കെ, എങ്കിൽ ഞാൻ വേറൊരു സ്റ്റേറ്റ്മെന്റ് പറയുകയാണ്. ആക്ടിംഗ് പ്രസിഡന്റ് ആകുമ്പോൾ വൈസ് പ്രസിഡന്റിന് ലഭിക്കുന്ന ശമ്പളം രാഷ്ട്രപതിയുടെ ശമ്പളമായ 5 ലക്ഷമാണ്. ശരിയാണോ തെറ്റാണോ? അതായത് ആക്ടിംഗ് പ്രസിഡന്റ് ആകുന്ന സമയത്ത് ഇദ്ദേഹത്തിന് 4 ലക്ഷമല്ല, പകരം 5 ലക്ഷം രൂപയാണ് സാലറി ലഭിക്കുന്നത്. ശരിയാണോ തെറ്റാണോ? ശരിയാണ് കേട്ടോ. അപ്പോൾ പ്രസിഡന്റിന് ശമ്പളമായ 5 ലക്ഷം രൂപ എന്ത് ചെയ്യും? ആക്ടിംഗ് പ്രസിഡന്റ് ആയതിന് സമയത്ത് ഇദ്ദേഹത്തിന് കിട്ടും. മനസ്സിലായല്ലോ? അപ്പോൾ ഈ ആക്ടിംഗ് പ്രസിഡന്റ് എന്ന് പറയുന്ന ആ ഒരു സംഭവം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അതായത് വൈസ് പ്രസിഡന്റ് എങ്ങനെയാണ് ചുമതല വഹിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലായി. അപ്പോൾ നമുക്ക് ഒന്നുകൂടെ പറഞ്ഞു നോക്കാം. രാഷ്ട്രപതിയുടെ അഭാവത്തിൽ ഉപരാഷ്ട്രപതി രാഷ്ട്രപതിയുടെ ചുമതലകൾ വഹിക്കുന്നു എന്ന് പറയുന്ന ആർട്ടിക്കിൾ 65 ആ സമയത്ത് ഉപരാഷ്ട്രപതി അറിയപ്പെടുന്ന പേര് ആക്ടിംഗ് പ്രസിഡന്റ് എന്നാണ് അറിയപ്പെടുന്നത്. ഓക്കെ, ആക്ടിംഗ് പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് ഇദ്ദേഹത്തിന് രാജ്യസഭാ ചെയർമാനായിട്ടുള്ള പദവി വഹിക്കാൻ കഴിയത്തില്ല. 6 മാസം വരെ ഇദ്ദേഹത്തിന് എന്ത് ചെയ്യാം? ആക്ടിംഗ് പ്രസിഡന്റ് ആയിട്ടിരിക്കാം. 6 മാസം വരെ ആക്ടിംഗ് പ്രസിഡന്റ് ആയി തുടരാം. ഓക്കെ, പിന്നെ പറഞ്ഞു വൈസ് പ്രസിഡന്റ് എന്ന പദവിക്കല്ല ഇദ്ദേഹത്തിന് ശമ്പളം ലഭിക്കുന്നത്, രാജ്യസഭാ ചെയർമാനായിട്ടാണ് ശമ്പളം ലഭിക്കുന്നത്. ആ ശമ്പളം എത്രയാണ്? 4 ലക്ഷം രൂപയാണ്. എന്നാൽ ആക്ടിംഗ് പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് ഇദ്ദേഹത്തിന് ശമ്പളം എത്ര കിട്ടും? 5 ലക്ഷം രൂപ കിട്ടും. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾക്ക് അത്രയും മനസ്സിലായല്ലടാ? മനസ്സിലായി. പിന്നെ ഞാൻ വേറൊരു പോയിന്റ് പറഞ്ഞു. ലോകസഭാ സ്പീക്കർക്ക് തുല്യമായ സ്ഥാനം തന്നെയാണ് രാജ്യസഭയിൽ എന്ത് ചെയ്യുന്നത്? ഉപരാഷ്ട്രപതി വഹിക്കുന്നത്. മനസ്സിലായ? ആ 2 സ്ഥാനവും തുല്യമാണ്. ഇപ്പൊ ഇവിടെ ഇരിക്കുന്നത് ഉപരാഷ്ട്രപതി ആയതുകൊണ്ട് ഈ സ്ഥാനത്തിന് വലിയ പ്രത്യേകതയൊന്നുമില്ല. ലോകസഭാ സ്പീക്കർക്ക് തുല്യമായ സ്ഥാനം തന്നെയാണ് രാജ്യസഭാ ചെയർമാനും ഉള്ളത്. മനസ്സിലായല്ലോ? ക്ലിയർ ആണല്ലോ അത്രയും കാര്യങ്ങൾ? ഓക്കെ, ശരി. അപ്പം ഇനി നമുക്ക് പഠിച്ച കാര്യങ്ങളൊക്കെ നമ്മൾ ഒരുപാട് തവണ ഡിസ്കസ് ചെയ്തിട്ടുള്ള എളുപ്പമുള്ള കുറച്ച് കാര്യങ്ങൾ തന്നെയാണ്. ഉപരാഷ്ട്രപതി ഇപ്പോൾ സ്ഥിരം ചോദിക്കുന്നതുകൊണ്ടാണ് ഞാൻ ഉപരാഷ്ട്രപതി എടുത്തത്. കാരണം ഇനി എക്സാം ഉള്ള ആൾക്കാരുണ്ടല്ലോ. അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് മുങ്ങുന്നുണ്ട് കേട്ടോ. ഓക്കെ, ഇനി എന്നെ വിളിച്ച് പറഞ്ഞാൽ ചേട്ടാ വരാത്ത ദിവസം. ഇനി ഇവനെ വിളിക്കുമ്പോഴാണ് നീയാണ് എല്ലാവർക്കും പെർമിഷൻ കൊടുത്ത് അങ്ങ് വീഴുന്നത്. ഓക്കെ, പൂച്ച കടിച്ച് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണ്. ഓക്കെ, ലീവ് എടുത്തോ. ഒരാഴ്ച ലീവ് സാങ്ഷൻ. ശരിടാ, നോക്കിയോ. ഉപരാഷ്ട്രപതിയെ കുറിച്ച് പറയുന്ന ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പാർട്ട് ഏതാ? 5. ഇത് ഞാൻ ഒരിക്കൽ പറഞ്ഞതല്ലേ. ആർട്ടിക്കിൾ 52 മുതൽ 151 വരെ എന്താ പറമോനെ? എന്താ? ഭാഗം 5 ആണ് കേട്ടോ. ഭാഗം 5. അപ്പോൾ ഉപരാഷ്ട്രപതിയെ കുറിച്ച് പറയുന്നത് ആർട്ടിക്കിൾ 63 മുതൽ 71 വരെയാണ്. 63 മുതൽ 71 വരെയാണ്. ഓക്കെ അല്ലേ? ശരി. ഇതില് ഇന്ത്യയുടെ 2ാമത്തെ പൗരനാണ് ഉപരാഷ്ട്രപതി. ശരിയാണോ? പ്രഥമ പൗരൻ രാഷ്ട്രപതി. പ്രഥമ പൗരനെ അറിയപ്പെടുന്നത് രാഷ്ട്രപതിയാണ്. 2ാമത്തെ പൗരൻ ഉപരാഷ്ട്രപതി. തുല്യരിൽ ഒന്നാമൻ പ്രധാനമന്ത്രിയാണ് കേട്ടോ. തുല്യരിൽ ഒന്നാമൻ ആരാണ്? പ്രധാനമന്ത്രി. മനസ്സിലായോ? പ്രാസത്തിലേക്ക് പറഞ്ഞു പോവുകയായിരുന്നു. ഓക്കെ, മനസ്സിലായി? പ്രഥമ പൗരൻ എന്ന് കേട്ടാൽ ആരാണ്? രാഷ്ട്രപതി. 2ാമത്തെ പൗരൻ എന്നിട്ട് ഉപരാഷ്ട്രപതി. ഓക്കെ, തുല്യരിൽ ഒന്നാമൻ അറിയപ്പെടുന്നത് പ്രധാന. തുല്യരിൽ ഒന്നാമെന്ന് കേട്ട് കഴിഞ്ഞാൽ ഈ ലോകസഭയിലേക്ക് മത്സരിച്ച് ജയിച്ചു വരുന്ന ഒരാളാണ് എന്ത് ചെയ്യുന്നത്? പ്രധാനമന്ത്രിയാണ്. അപ്പം ലോകസഭയിലേക്ക് മത്സരിച്ച് വരുന്ന എല്ലാ ആൾക്കാരും തുല്യരല്ലേ? അവരെല്ലാം ഈക്വൽ അല്ലേ? അപ്പം അതിലൊന്നാമൻ
കാരണം ലോകസഭയുടെ തലവനായിരുന്നിട്ടുള്ള ആരാണ്? പ്രധാനമന്ത്രിയാണ്. അതാണ് തുല്യയിൽ ഒന്നാമതെന്ന് ആരറിയപ്പെടുന്നത്? പ്രധാനമന്ത്രി അറിയപ്പെടുന്നത്. തുല്യയിൽ ഒന്നാമതെന്ന് അറിയപ്പെടുന്നത് ഇദ്ദേഹത്തെയാണ്. അതുപോലെ തന്നെ ക്യാബിനറ്റ് ആർച്ചിന്റെ ആണിക്കൽ എന്നൊക്കെ അറിയപ്പെടുന്ന ആരെയാണ്? ക്യാബിനറ്റ് ആർച്ചിന്റെ ആണിക്കൽ എന്നൊക്കെ അറിയപ്പെടുന്ന പ്രധാനമന്ത്രിയാണ്. സർവ്വ സൈന്യാധിപൻ എന്നറിയപ്പെടുന്ന ആരെയാണ്? സർവ്വ സൈന്യാധിപൻ എന്നറിയപ്പെടുന്നത് രാഷ്ട്രപതിയാണ്. എന്നാൽ സംയുക്ത സേനാ മേധാവി വേറെയാണ്. സർവ്വ സൈന്യാധിപൻ രാഷ്ട്രപതിയാണ്. മനസ്സിലായോ? സർവ്വ സൈന്യാധിപൻ എന്നറിയപ്പെടുന്നത് രാഷ്ട്രപതി. സംയുക്ത സേനാ മേധാവി എന്നറിയപ്പെടുന്നത് അത് വേറൊരു പദവിയാണ്. മനസ്സിലായില്ലേ? അതായത് നമ്മുടെ കരസേനയ്ക്കും നാവികസേനയ്ക്കും വ്യോമസേനയ്ക്കും ഒരു പ്രത്യേകമായിട്ട് ഈ 3 സേനയോട് ചേർത്തിട്ട് പ്രത്യേകമായിട്ട് ഒരു തലവനുണ്ട്, സംയുക്ത സേനാ മേധാവി. അതിൽ ആദ്യ തലവൻ ബിപിൻ റാവത്ത്, നമ്മൾ മറ്റേ ഹെലികോപ്റ്റർ അപകടത്തിൽ കൊല്ലപ്പെട്ടത്. ഇപ്പോഴത്തെ ആളാരാണ്? അനിൽ ചൗഹാനാണ്. ഇപ്പോഴത്തെ സംയുക്ത സേനാ മേധാവി ജനറൽ അനിൽ ചൗഹാനാണ്. മനസ്സിലായില്ലേ? സംയുക്ത സേനാ മേധാവി, അതായത് നമ്മൾ തന്നെ ഇംഗ്ലീഷ് പറഞ്ഞ CDS എന്നാണ് കേട്ടോ. CDS എന്ന് വെച്ചാൽ എന്താ? ഡിഫൻസ് സ്റ്റാഫ് തന്നെ. ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ്. എന്താണ് ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ്? ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ്, അതാണ് CDS കേട്ടോ. അതായത് സംയുക്ത സേന മേധാവി, ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ്. CDS എന്നൊക്കെ നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫിനെയാണ്. മനസ്സിലായ? അതായിരുന്നിട്ട് ആരാണ്? അത് അനിൽ ചൗഹാനാണ്. ഓക്കെ. എന്നാൽ സർവ്വ സൈന്യാധിപനായിരുന്നിട്ട് കഴിഞ്ഞാൽ നമ്മുടെ രാഷ്ട്രപതിയാണ്. ഇപ്പോഴത്തെ ആരാണത്? ദ്രൗപദി മുർമുവാണ്. മനസ്സിലായ? ഓക്കെ. സർവ്വ സൈന്യാധിപനാവുന്ന എത്രാമത്തെ വനിതയാണ് ദ്രൗപദി മുർമു? 2ാമത്തെ വനിത. ഓക്കെ. നിങ്ങൾ ബ്രില്യൻ്റ് കുട്ടികളാണ്. ഇതുപോലെ വേറെ എന്തോ ഇപ്പോൾ പറയാൻ വന്നേ. ഈ CDS എന്ന് പറഞ്ഞ സാധനം വേറെയുണ്ട്. കുടുംബശ്രീയിലുണ്ട് CDS ADS. ഓക്കെ. കുടുംബശ്രീയുടെ ത്രിതല സംവിധാനമാണ്. ഏറ്റവും താഴെയുള്ള ഏതാണ്? ഏറ്റവും താഴെയുള്ള അയൽക്കൂട്ടം. ഏറ്റവും താഴെയുള്ള അയൽക്കൂട്ടമാണ്. അതിൻ്റെ മുകളിലുള്ള ഏതാണ്? ADSന്റെ പൂർണ്ണരൂപം എന്താണ്? ഏരിയ ഡെവലപ്മെന്റ് സൊസൈറ്റി. ഓക്കെ. ഏരിയ ഡെവലപ്മെന്റ് സൊസൈറ്റി എന്നല്ലേ ഏരിയ ഡെവലപ്മെന്റ് സൊസൈറ്റി. കുടുംബശ്രീക്കാരുള്ളതുകൊണ്ട് എളുപ്പം ചോദിച്ചു പോകാൻ പറ്റുന്നു. അതിൻ്റെ മുകളിൽ CDS എന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് സൊസൈറ്റി. ഓക്കെ. അപ്പം അയൽക്കൂട്ടം, ADS, CDS. മനസ്സിലായി? ഇതാണ് കുടുംബശ്രീയുടെ ഒരു ഘടന എന്ന് പറയുന്നത്. ഏറ്റവും താഴെ വരുന്ന അല്ലെങ്കിൽ അടിസ്ഥാനം എന്ന് പറയുന്നത് അയൽക്കൂട്ടമാണ്. അതിൻ്റെ മുകളിൽ ADS, അതിൻ്റെ മുകളിൽ CDS. ഓക്കെ. ശരി, ഒന്ന് പോസ്. അപ്പോൾ പിള്ളേർ അത് മനസ്സിലായല്ല? ADS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏരിയ ഡെവലപ്മെൻറ്റ് സൊസൈറ്റീസ്. അതാണ് അതിൻ്റെ 2ാമത്തെ ടയറായിട്ട് വരുന്നത് കുടുംബശ്രീയുടെ. കുടുംബശ്രീ ഏറ്റവും താഴെ വരുന്ന അടിസ്ഥാനം എന്ന് പറയുന്നത് എന്താണ്? അയൽക്കൂട്ടം. മനസ്സിലായോ? അതിൻ്റെ തൊട്ട് മുകളിൽ ADS, ഏരിയ ഡെവലപ്മെൻറ്റ് സൊസൈറ്റീസ്. അതിൻ്റെ മുകളിൽ CDS. അപ്പം എന്താണ്? കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് സൊസൈറ്റീസ്. അത് പഠിക്കാൻ എളുപ്പമാണ്. അപ്പോൾ A കഴിഞ്ഞിട്ടല്ലേ C വരുന്നത് നമ്മൾ ലെറ്റേഴ്സ് എഴുതുന്ന സമയത്ത്. A കഴിഞ്ഞിട്ട് C വരണത്. അപ്പം അയൽക്കൂട്ടം അത് ഓർത്തിരിക്കുക. അത് കഴിഞ്ഞിട്ട് ADS, അതിന് മുകളിൽ CDS. 3ാമത്തെ തലമാണ് CDS. അപ്പം നമ്മളിപ്പോൾ ഇവിടെ CDS ഏതാണ്? ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ്. ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് എന്ന് വെച്ചാൽ സംയുക്ത സേനാ മേധാവി. അത് ആദ്യത്തെ ബിപിൻ റാവത്ത്, ഇപ്പോഴത്തത് അനിൽ ചൗഹാനാണ്. ഓക്കെ. ഇനി ഈ വൈസ് പ്രസിഡന്റ് അല്ലെങ്കിൽ ഉപരാഷ്ട്രപതി എന്ന ആശയം നമ്മൾ കടമെടുത്തിരിക്കുന്നത് ഏത് രാജ്യത്തുനിന്ന്? വൈസ് പ്രസിഡന്റ് എന്ന ആശയം നമ്മൾ കടമെടുത്തിരിക്കുന്നത് ബ്രിട്ടനാണ്, അമേരിക്കയാണ്, വേറെ ഏതെങ്കിലും രാജ്യങ്ങളാണ്? അത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് ആണ്, അയർലൻഡാണ്. ഏതാ? അമേരിക്കയാണ് കേട്ടോ. വൈസ് പ്രസിഡന്റ് എന്ന ആശയം കടമെടുത്തിരിക്കുന്നത് അമേരിക്കയിൽ നിന്നാണ്. വൈസ് പ്രസിഡന്റ് ആശയം കടമെടുത്തിരിക്കുന്നത് അമേരിക്കയിൽ നിന്നാണ്. ഓക്കെ ആണല്ലോ. ശരി. ഇനി അടുത്ത് ഇന്ത്യക്കൊരു വൈസ് പ്രസിഡന്റ് ആയിരിക്കണം എന്ന് ഏതെങ്കിലും ആർട്ടിക്കിൾ പറയുന്നുണ്ടോ? ആർട്ടിക്കിൾ 63 എന്ത് പറയുന്നുണ്ട്? ഇന്ത്യക്കൊരു വൈസ് പ്രസിഡന്റ് ആയിരിക്കണം. ആർട്ടിക്കിൾ 63. ഓക്കെ. ഇനി രാജ്യസഭയുടെ ഔദ്യോഗിക അധ്യക്ഷൻ വൈസ് പ്രസിഡന്റ് ആണ് എന്ന് ഏതെങ്കിലും ആർട്ടിക്കിൾ പറയുന്നുണ്ടോ? അത് 64. 63 പറയുന്നു ഇന്ത്യക്ക് ഒരു ഉപരാഷ്ട്രപതി ഉണ്ടായിരിക്കണം. 64 പറയുന്നു രാജ്യസഭയുടെ ചെയർമാൻ അല്ലെങ്കിൽ അധ്യക്ഷൻ ആരാണ്? ഉപരാഷ്ട്രപതി എന്ന് പറയുന്നത് ഔദ്യോഗിക അധ്യക്ഷൻ ആണെന്നിട്ട് ആരാണ്? ഉപരാഷ്ട്രപതിയാണ് കേട്ടോ. ഓക്കെ. അതൊരു എക്സ്-ഒഫീഷ്യോ പദവിയാണ്. രാജ്യസഭാ ചെയർമാൻ എന്ന് പറയുന്നത്, രാജ്യസഭാ ചെയർമാൻ, ഉപരാഷ്ട്രപതി എന്ന് പറയുന്നത് എക്സ്-ഒഫീഷ്യോ പദവിയാണ്. എന്താണ് എക്സ്-ഒഫീഷ്യോ പദവി കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒരു പദവി ഉള്ളത് കൊണ്ട്
കല്ല് പറക്കി വരും കേട്ടോ ഇനി വാ തുറക്കുന്ന ആൾക്കാർക്ക്. എടാ ഒരു പദവി ഉള്ളത് കൊണ്ട് മറ്റൊരു പദവി ലഭിക്കുന്നെങ്കിൽ അതിനെ പറയുന്ന പേരാണ് എന്ത്? എക്സ്-ഒഫീഷ്യോ പദവി. എക്സ്-ഒഫീഷ്യോ പദവി. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഉദാഹരണത്തിന് ഇപ്പം നമ്മൾ നീതി ആയോഗിൻ്റെ ചെയർമാൻ എന്ന് പറയുന്നതല്ല, നീതി ആയോഗിൻ്റെ എക്സ്-ഒഫീഷ്യോ ചെയർമാൻ പ്രധാനമന്ത്രി എന്ന് പറയുന്നതാണ് കറക്റ്റ്. കാരണം നീതി ആയോഗിൻ്റെ ചെയർമാൻ എപ്പോഴും ആരായിരിക്കും? പ്രധാനമന്ത്രി. അത് പ്രധാനമന്ത്രി ആയതുകൊണ്ട് നീതി ആയോഗിൻ്റെ ചെയർമാൻ. അതുപോലെ ഉപരാഷ്ട്രപതി ആയതുകൊണ്ട് രാജ്യസഭാ ചെയർമാൻ. അതാണ് എക്സ്-ഒഫീഷ്യോ പദവി എന്ന് പറയുന്നത്. മനസ്സിലായില്ല? ഓക്കെ. ഇനി അടുത്ത് നമ്മൾ 65 ആർട്ടിക്കിൾ 65 പറഞ്ഞു. എന്താണ് ആർട്ടിക്കിൾ 65? പ്രസിഡന്റിന്റെ അഭാവത്തിൽ ഉപരാഷ്ട്രപതി പ്രസിഡന്റിന്റെ പദവികൾ വഹിക്കുന്നു. ഓക്കെ. ആർട്ടിക്കിൾ 66 എന്താ? ആർട്ടിക്കിൾ 66 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈസ് പ്രസിഡന്റ് ഇലക്ഷൻ. മനസ്സിലായ? ഓക്കെ. അപ്പോൾ പ്രസിഡന്റ് നീ അങ്ങനെ ഒരു ആകെ ഡിസ്റ്റർബ് ആയിട്ടിരിക്കുകയാണ്. പ്രസിഡന്റ് ഇലക്ഷനെ കുറിച്ച് പറഞ്ഞേ. ഏത് ആർട്ടിക്കിൾ? പ്രസിഡന്റ് ഇലക്ഷൻ 63. 54. ഓക്കെ. 63 മുതൽ 71 വരെ ഏതാണ്? ഉപരാഷ്ട്രപതിയാണ്. ഓക്കെ. പ്രസിഡന്റ് ഇലക്ഷൻ 54, ഉപരാഷ്ട്രപതി ഇലക്ഷൻ എത്രയാടാ? പറയടാ. 66. ഓക്കെ. വൈസ് പ്രസിഡന്റ് ഇലക്ഷനെ കുറിച്ച് പ്രതിപാദിക്കുന്നത് 66. ഇപ്പൊ നമുക്ക് LDC ചോദിച്ചതാണ് വൈസ് പ്രസിഡന്റ് എടുക്കുന്ന ആരാണ്? ഇലക്ട്രൽ കോളേജാണ്. ഇപ്പം ഈ കഴിഞ്ഞ LDCക്ക് ചോദിച്ചതാണ്. വൈസ് പ്രസിഡന്റ് എടുക്കുന്നത് ഇലക്ട്രൽ കോളേജാണ്. വൈസ് പ്രസിഡന്റ് എടുക്കുന്ന ഇലക്ട്രൽ കോളേജിൽ ഉൾപ്പെടുന്നത് ആരൊക്കെയാണ്? എല്ലാ ലോകസഭാ അംഗങ്ങളും എല്ലാ രാജ്യസഭാ അംഗങ്ങളും. എല്ലാ രാജ്യസഭാ അംഗങ്ങളും ഇപ്പൊ ചോദിച്ചതാണ്. ലോകസഭയിലെ മുഴുവൻ ആൾക്കാരും രാജ്യസഭയിലെ മുഴുവൻ ആൾക്കാരും എന്ത് ചെയ്യും? ഇതിൽ പങ്കെടുക്കും. മനസ്സിലായ? നിയമസഭയിൽ ആൾക്കാരുണ്ടോ? നിയമസഭയിൽ ആൾക്കാരില്ല. നിയമസഭാ അംഗങ്ങൾ ഇല്ല. നിയമസഭാ അംഗങ്ങൾ വരുന്നത് രാഷ്ട്രപതി ഇലക്ഷനാണ്. മനസ്സിലായ? ഇവൻ കുറെ നേരമായാലൂടെ മറ്റേ ഈ മറ്റേ ഈ രാത്രി മറ്റേ ഈ സാധനം ഉണ്ടല്ലോ, നരിച്ചില്ലെന്നല്ലേ പറയണത്. ഇങ്ങനെ അങ്ങോട്ട് പോവും, കുറച്ച് ഇങ്ങോട്ട് വരും. ഒരു 5-6 തവണയായിട്ട് ഇതുവഴി അങ്ങോട്ട് ഇങ്ങോട്ട് പോയി ഇല്ലേ? ഓക്കെ. ശരി. അപ്പൊ എല്ലാ ലോകസഭാ അംഗങ്ങളും എല്ലാ രാജ്യസഭാ അംഗങ്ങളും ചേർന്നിട്ടാണ് ഉപരാഷ്ട്രപതി എന്ത് ചെയ്യുന്നത്? എടുക്കുന്നത്. അവിടെ ഈ രാജ്യസഭയിൽ പ്രത്യേകതയുണ്ട്. രാജ്യസഭയിലെ അംഗസംഖ്യ കാര്യം പറയണം. രാജ്യസഭയിലെ ഇപ്പോഴത്തെ അംഗസംഖ്യ പറ. ആരായാലും നീ പറ. ഇപ്പോഴത്തെ അംഗസംഖ്യ 500 താവുക്കറ 242 3 അവിടെ അർച്ചന പറഞ്ഞേ 745. അതിൽ എത്ര പേര് ഇലക്റ്റഡ്? 12 ഇലക്റ്റഡ്. ബാക്കി 233 പേര് രാഷ്ട്രപതി ഓടിയിടന്ന് നോമിനേറ്റ് ചെയ്തല്ലേ? എടാ ഇലക്റ്റഡ് എത്ര പേര് തിരഞ്ഞെടുക്കപ്പെട്ടേന്ന്? 233 പേര് ഇലക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാർ. ഓക്കെ. 12 പേര് നോമിനേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ. മനസ്സിലായില്ലേ? 12 പേര് നോമിനേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരും 233 പേര്. എടാ ഇലക്ഷൻ രാജ്യസഭാ അംഗങ്ങൾക്ക് ഇലക്ഷൻ ഉണ്ട് ഇല്ലേ മനു? ഉണ്ട്. ആ ഇലക്ഷൻ വോട്ട് ചെയ്യുന്ന ആരാ? നിനക്കൊക്കെ വോട്ടായതാണ്? അത് എനിക്ക് വോട്ടായതാടാ. എടാ രാജ്യസഭാ അംഗങ്ങളെ തിരഞ്ഞെടുക്കാൻ വേണ്ടി വോട്ട് ചെയ്യുന്ന ആരാണെന്നാണ് ചോദിച്ചത്. MLA-മാര്. ആരാണ്? MLA-മാര്. ഓക്കെ. ക്ലിയർ ആണ്. എന്നാൽ ഈ രാജ്യസഭയിൽ ഈ ഇലക്റ്റഡ് ആയിട്ട് വരുന്ന ആൾക്കാർ മാത്രമാണോ ഉള്ളത്? അല്ല. 12 പേര് നോമിനേറ്റഡ് ആണ്. 12 പേര് രാഷ്ട്രപതി നോമിനേറ്റ് ചെയ്യും. ഞാൻ ചോദിക്കുന്ന ഇത്രയേ ഉള്ളൂ, ഈ 245 പേർക്കും ഉപരാഷ്ട്രപതി ഇലക്ഷൻ വോട്ട് ചെയ്യാൻ പറ്റുമോ? അതാ ഇലക്റ്റഡ് ആയിട്ട് വരുന്ന 233 ആൾക്കാർക്ക് മാത്രമേ പറ്റുള്ളൂ? 245 പേർക്കും എന്ത് ചെയ്യാൻ പറ്റും? വോട്ട് ചെയ്യാൻ പറ്റും. ആ ഏത് ഇലക്ഷനിൽ? ഉപരാഷ്ട്രപതി ഇലക്ഷൻ. അതായത് ലോകസഭയിലെ മുഴുവൻ അംഗങ്ങൾക്കും രാജ്യസഭയിലെ മുഴുവൻ അംഗങ്ങൾക്കും ഏത് വോട്ട് ചെയ്യാം? ഉപരാഷ്ട്രപതി ഇലക്ഷന് വോട്ട് ചെയ്യാം. ഓക്കെയാണ്. അത് മനസ്സിലായല്ലോ. എന്നാൽ രാഷ്ട്രപതി ഇലക്ഷന്റെ സമയത്ത് വോട്ട് ചെയ്യാൻ പറ്റുന്നത് ലോകസഭയിലെ മുഴുവൻ ആൾക്കാർ. കാരണം ലോകസഭയിൽ ഇലക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാർ മാത്രമേ ഇപ്പോൾ ഉള്ളൂ. മനസ്സിലായ? രാജ്യസഭയിലെ 233 പേർക്ക് വോട്ട് ചെയ്യാൻ പറ്റുള്ളൂ. മനസ്സിലായോ? കാരണം രാജ്യസഭയിലെ നോമിനേറ്റഡ് ആയിട്ടുള്ള അംഗങ്ങൾ 12 പേർക്ക് രാഷ്ട്രപതി ഇലക്ഷൻ എന്ത് ചെയ്യാൻ പറ്റത്തില്ല? വോട്ട് ചെയ്യാൻ പറ്റത്തില്ല. മനസ്സിലായ?
അത് മാത്രമല്ല നിയമസഭയിലെ അംഗങ്ങൾ, സംസ്ഥാന നിയമസഭയിലെ MLA-മാർക്കും ഏത് ഇലക്ഷൻ വോട്ട് ചെയ്യാം? രാഷ്ട്രപതി ഇലക്ഷൻ വോട്ട് ചെയ്യാം. ഉപരാഷ്ട്രപതി ഇലക്ഷന് വോട്ട് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, ഇപ്പം മനസ്സിലായില്ലേ നിങ്ങൾക്ക്? അപ്പോൾ ഉപരാഷ്ട്രപതിക്ക് രാജ്യസഭയിലെയും ലോകസഭയിലെയും മുഴുവൻ അംഗങ്ങളും വോട്ട് ചെയ്യുന്നു. ഇലക്ടറൽ കോളേജ് അതാണ് ഉപരാഷ്ട്രപതിയുടെ. ഓക്കെ ആണല്ലോ. രാഷ്ട്രപതി ഇലക്ടറൽ കോളേജ് ആകുമ്പോൾ ലോകസഭാ അംഗങ്ങൾ, സംസ്ഥാന നിയമസഭാ അംഗങ്ങൾ, രാജ്യസഭാ അംഗങ്ങൾ, അതിൽ ഇലക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാർ മാത്രമേ വോട്ട് ചെയ്യുന്നുള്ളൂ. നോമിനേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ നോട്ട് ചെയ്യുന്നില്ല. ഓക്കെ, മനസ്സിലായല്ലോ. ഓക്കെ, ഇപ്പം നമ്മുടെ രാജ്യത്ത് നോമിനേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ 12 വരെ ഉള്ളൂ. കാരണം നമ്മുടെ ലോകസഭയിലും നിയമസഭയിലും ഉണ്ടായിരുന്ന ആംഗ്ലോ ഇന്ത്യൻ നോമിനേഷൻ എന്ത് ചെയ്തു? എടുത്തു കളഞ്ഞു. ഇപ്പം നോമിനേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ എവിടെ മാത്രമേ ഉള്ളൂ? രാജ്യസഭയിൽ മാത്രമേ ഉള്ളൂ. ആ 12 പേര് വോട്ട് ചെയ്യുന്നത് ഏതിന് മാത്രം? രാഷ്ട്രപതി ഇലക്ഷനല്ല, ഉപരാഷ്ട്രപതി ഇലക്ഷൻ മാത്രമേ വോട്ട് ചെയ്യത്തുള്ളൂ. കൺഫ്യൂഷൻ ഇല്ലല്ലോ അതിൽ? ഉണ്ടെങ്കിൽ ചോദിക്ക്. ഉണ്ടോ എന്തെങ്കിലും? അപ്പോൾ MLA-മാർ വോട്ട് ചെയ്യുന്ന ആർക്കാ? രാജ്യസഭ ഇലക്ഷൻ വോട്ട് ചെയ്യും. പിന്നെ വേറെ തന്നെ വോട്ട് ചെയ്യും. കൊല്ലി ഞാൻ ഇപ്പം ഇത്ര നേരത്തെ പറഞ്ഞുവിടാ. ഞാൻ ചോദിക്കട്ടെ, MLA-മാർക്ക് ഏതൊക്കെ ഇലക്ഷൻ വോട്ട് ചെയ്യാം? രാജ്യസഭ ഓക്കെ, അതിന് മാത്രമേ പറ്റുള്ളൂ. ലോകസഭ ഇലക്ഷനാ? പ്രസിഡന്റ് ഇലക്ഷന് മനസ്സിലായ? പ്രസിഡന്റ് ഇലക്ഷനും രാജ്യസഭ ഇലക്ഷനും ആർക്ക് വോട്ട് ചെയ്യാൻ പറ്റും? MLA-മാർക്ക് വോട്ട് ചെയ്യാൻ പറ്റും. മനസ്സിലായല്ലോ? ഓക്കെ, ക്ലിയർ ആണ്, മനസ്സിലായി. ഇനി രാജ്യസഭയിലെ നോമിനേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഏതൊക്കെ ഇലക്ഷൻ വോട്ട് ചെയ്യാൻ പറ്റും? ഉപരാഷ്ട്രപതി ഇലക്ഷന് മാത്രം. കൺഫ്യൂഷൻ ഇല്ലല്ലോ ആർക്കും? ഇല്ല. ഓക്കെ, ശരി, ഒന്ന് പോസിറ്റ് ഇടാം. സ്നേഹം ഒന്ന് പറഞ്ഞേ, രാജ്യസഭ ഇലക്ഷൻ വോട്ട് ചെയ്യുന്ന ആരാ? MLA-മാർ സംസ്ഥാന നിയമസഭയിലെ അംഗങ്ങളാണ് രാജ്യസഭ അംഗങ്ങൾ തിരഞ്ഞെടുക്കുന്നത്. രാഷ്ട്രപതി ഇലക്ഷൻ വോട്ട് ചെയ്യുന്നത് ആരൊക്കെയാ? ലോകസഭയിലെ അംഗങ്ങൾ. ഓക്കെ, ഉപരാഷ്ട്രപതി ഇലക്ഷൻ വോട്ട് ചെയ്യുന്ന ആരൊക്കെയാ? രാജ്യസഭയിലെ മുഴുവൻ അംഗങ്ങളും, പിന്നെ ലോകസഭയിലെ അംഗങ്ങളും. നിയമസഭയിലെ അംഗങ്ങൾ വോട്ട് ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഓക്കെ, അപ്പോൾ അത് ക്ലിയർ ആണല്ലോ. ശരി, എന്തെങ്കിലും ഡൗട്ടിനെ ചോദിച്ചു പോകണം കേട്ടോ. ഓക്കെ, ഈ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് എന്തെങ്കിലും ഡൗട്ടിനെ ചോദിച്ചാൽ നമുക്ക് അടുത്ത ക്ലാസ്സിൽ അത് ക്ലിയർ ചെയ്ത് പോകാം. ഓക്കെ, ക്ലിയർ ആണല്ലോ. ശരി. ഇനി എളുപ്പമുള്ളത് പെട്ടെന്ന് പറഞ്ഞു പോകാമേ. വൈസ് പ്രസിഡന്റായി മത്സരിക്കുന്നുള്ള യോഗ്യതകൾ ഒന്നെന്താണ്ടാ? ഇന്ത്യൻ പൗരനായിരിക്കണം. എത്ര വയസ്സുണ്ടാവണം? 35 വയസ്സുണ്ടാവണം. പിന്നെ ഒരു രാജ്യസഭാ അംഗത്തിനുള്ള എല്ലാ യോഗ്യതയും ഉണ്ടായിരിക്കണം. നമുക്ക് അതും എനിക്ക് തോന്നുന്നു ഈ LDക്ക് ചോദിച്ചു. മനസ്സിലല്ലേ? രാജ്യസഭാ അംഗത്തിനുള്ള യോഗ്യതയാണ് ആർക്ക് വേണ്ടത്? ഉപരാഷ്ട്രപതിക്ക്. ലോകസഭാ അംഗത്തിനുള്ള യോഗ്യതയാണ് ആർക്ക് വേണ്ടത്? രാഷ്ട്രപതിക്ക് വേണ്ടത്. അപ്പോൾ അതോടൊപ്പം നിങ്ങൾ ഒരു പോയിന്റ് പഠിക്കുക. ആദായം പറ്റുന്ന പദവികൾ കേന്ദ്ര, സംസ്ഥാന, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ വഹിക്കരുത്. മനസ്സിലായില്ല? അപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലോ സംസ്ഥാന സർക്കാരിൻ്റെ കീഴിലോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലോ ഈ ആദായം പറ്റുന്ന പദവികളൊന്നും ഇവർ വഹിക്കാൻ പാടില്ല. അങ്ങനെയുള്ള ആൾക്കാർക്ക് മത്സരിക്കാൻ പറ്റത്തില്ല. അപ്പം 4 യോഗ്യത ഒന്ന് ഓർത്തിരുന്നാൽ മതി. 1 ഇന്ത്യൻ പൗരൻ, 2 35 വയസ്സ്, 3 രാജ്യസഭാ അംഗത്തിന് വേണ്ട യോഗ്യതകൾ, 4 ആദായം പറ്റുന്ന മറ്റ് പദവികളൊന്നും പാടില്ല. ഇതേ സെയിം തന്നെയാണ് രാഷ്ട്രപതിക്കും വരുന്നത്. രാഷ്ട്രപതിക്ക് രാജ്യസഭാ അംഗത്തിൻ്റെ യോഗ്യത എന്നത് മാറിയിട്ട് ലോകസഭാ അംഗത്തിൻ്റെ യോഗ്യത എന്നാവും. ഓക്കെ, വൈസ് പ്രസിഡന്റായി മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾക്ക് ഇലക്ടറൽ കോളേജിൽ നിന്നുള്ള എത്ര വ്യക്തികൾ നിർദ്ദേശിക്കുകയും പിന്താങ്ങുകയും ചെയ്യണം? 20 പേർ നിർദ്ദേശിക്കുകയും 20 പേർ പിന്താങ്ങുകയും വേണം. മനസ്സിലായ? അതായത് ഇപ്പോൾ വോട്ട് ചെയ്യാൻ വേണ്ടി ഇരിക്കുന്ന ഇലക്ടറൽ കോളേജ് ഉണ്ടല്ലോ, അതായത് രാജ്യസഭയിലെ ലോകസഭയിലെ മുഴുവൻ അംഗങ്ങൾ, അതിൽ 20 പേര് ഈ ആളുടെ പേര് നിർദ്ദേശിക്കണം. ഇപ്പം നിന്നെയാണ് സ്ഥാനാർത്ഥിയായിട്ട് കാണണമെങ്കിൽ 20 പേര്, ഈ വോട്ട് ചെയ്യാൻ വേണ്ടി ഇരിക്കുന്ന ആൾക്കാരിൽ 20 പേര് നിന്റെ പേര് എന്ത് ചെയ്യണം? നിർദ്ദേശിക്കണം. 20 പേര് എന്ത് ചെയ്യണം? പിന്താങ്ങണം. അത് ഓർത്തിരുന്നോണേ. വൈസ് പ്രസിഡന്റായി മത്സരിക്കാൻ കെട്ടിവെക്കേണ്ട തുക എത്ര? വൈസ് പ്രസിഡന്റായി മത്സരിക്കാൻ വേണ്ടി കെട്ടിവെക്കേണ്ട തുക എത്രയാണ്? യെസ്, ഇസ്ന്റ് ഇറ്റ്? ഓക്കെ, കൊണ്ടില്ല. 15,000 രൂപ. എന്താണ്ടാ? 15,000 രൂപ. ഈ 15,000 രൂപ എവിടെ കെട്ടിവെക്കേണ്ടേ? എവിടെ? പാർലമെന്റിൽ. ചെന്നിട്ട് പാർലമെന്റിൽ ചെന്നിട്ട് കെട്ടിവെക്കണം എന്ന് പറഞ്ഞാൽ എങ്ങനെ?
ആർക്ക് പറയാം? എവിടെ കെട്ടി വെക്കേണ്ടത്? എന്റെ ദൈവമേ, എന്തൊക്കെയാണ് നീയൊക്കെ പറയണത്? ഇവിടെ കോടതിയല്ല, കോളേജിലൊന്നുമല്ല. എത്രക്കെടാ നീയൊക്കെ വേണം ആലോചിച്ചോക്കെ. എവിടെ കെട്ടി വെക്കണമായിരിക്കും? റിസർവ് ബാങ്കിൽ കെട്ടി വെക്കണം. 15,000 രൂപ. ഇപ്പൊ രാഷ്ട്രപതി ആയാലും ഉപരാഷ്ട്രപതി ആയാലും എത്രയാണ് കെട്ടി വെക്കേണ്ടത്? 15,000 രൂപ. എവിടെ കെട്ടി വെക്കണം? റിസർവ് ബാങ്കിൽ കെട്ടി വെക്കണം. ഓക്കെ, ശരി, ക്ലിയർ ആണ്. വൈസ് പ്രസിഡന്റിന് സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്ന ആരാ? രാഷ്ട്രപതി. ഉപരാഷ്ട്രപതിക്ക് സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത് രാഷ്ട്രപതി. എന്നാൽ രാഷ്ട്രപതിക്ക് സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്ന ആരാ? സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്. അപ്പൊ അത് നിങ്ങൾക്ക് അറിയാം. വൈസ് പ്രസിഡന്റിന്റെ കാലാവധി 5 വർഷം. ഏത് ആർട്ടിക്കിൾ പറയുന്നു? ആർട്ടിക്കിൾ 67 പറയുന്നു. 67 വൈസ് പ്രസിഡന്റ് കാലാവധി പറയുന്നത് കേട്ടോ. 67. അപ്പം 63 ഉപരാഷ്ട്രപതി വേണം, 64 രാജ്യസഭയുടെ ചെയർമാൻ ഉപരാഷ്ട്രപതി, 65 പ്രസിഡന്റ് ഇല്ലാത്തപ്പോൾ വൈസ് പ്രസിഡന്റ് ചുമതലകൾ വഹിക്കുന്നു, 66 വൈസ് പ്രസിഡന്റ് ഇലക്ഷൻ, 67 കാലാവധി. എത്ര വർഷം കാലാവധി? 5 വർഷം. വൈസ് പ്രസിഡന്റ് സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുന്നത് രാഷ്ട്രപതി. രാഷ്ട്രപതിക്ക് സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുന്നത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്. ഓക്കെ, വൈസ് പ്രസിഡന്റ് തന്റെ വിളിക്കാമേ. വൈസ് പ്രസിഡന്റ് നമ്മളെ രാജിക്കത്ത് കൊടുക്കാനാക്കണേ. രാജിക്കത്ത് കൊടുക്കേണ്ടത് ആർക്കാണ്? രാഷ്ട്രപതിക്കാണ് കേട്ടോ. രാഷ്ട്രപതിക്ക്. രാഷ്ട്രപതി രാജിക്കത്ത് കൊടുക്കുന്ന ആർക്കാ? വൈസ് പ്രസിഡന്റിന്. മനസ്സിലായി? രാഷ്ട്രപതി രാജിക്കത്ത് കൊടുക്കുന്നത് വൈസ് പ്രസിഡന്റിന്, വൈസ് പ്രസിഡന്റ് രാജിക്കത്ത് കൊടുക്കുന്നത് രാഷ്ട്രപതിക്ക്. ഓക്കെ, വൈസ് പ്രസിഡന്റിനെ പുറത്താക്കാനുള്ള നടപടിക്രമം ഇംപീച്ച്മെന്റ് എന്ന് പറയും. ഈ ഇംപീച്ച്മെന്റ് ആരംഭിക്കുന്ന ഏത് സഭയിലാണ്? രാജ്യസഭയിലാണ്. വൈസ് പ്രസിഡന്റിനെ പുറത്താക്കാനുള്ള, ഉപരാഷ്ട്രപതിയെ പുറത്താക്കാനുള്ള നടപടിക്രമം ആരംഭിക്കുന്നത് എവിടെയാണ്? രാജ്യസഭയിലാണ്. എന്നാൽ രാഷ്ട്രപതി ആണെങ്കിൽ ഏത് സഭയിലാണ് ആരംഭിക്കുക? മനസ്സിലായല്ലേ? 7 സഭയിൽ വേണോ ഈ ഇംപീച്ച്മെന്റ് നടപടിക്രമം എന്ത് ചെയ്യാൻ ആരംഭിക്കുക. ഓക്കെ, അങ്ങനെ ആരംഭിക്കുന്ന സഭയെ എന്തെന്ന് പറയും? 1-ാം സഭയെന്ന് പറയും. മനസ്സിലായി? 1-ാം സഭയെന്ന് പറയും കേട്ടോ. ഓക്കെ, ഇനി അടുത്ത് രാജ്യസഭയിൽ ഏത് ഭൂരിപക്ഷത്തോടെയാണ് ഈ പ്രസ്തുത പ്രമേയം പാസ്സാക്കേണ്ടത്? പ്രത്യേക ഭൂരിപക്ഷം. ഏതാണ്? പ്രത്യേക ഭൂരിപക്ഷം. മനസ്സിലായില്ലേ? രാജ്യസഭയിൽ ഇപ്പം 3 ഭൂരിപക്ഷം ഉണ്ടല്ലേ. ഒന്ന് ഏതാണ്? കേവല ഭൂരിപക്ഷം. 2 പ്രത്യേക ഭൂരിപക്ഷം. 3 പ്രത്യേക ഭൂരിപക്ഷവും പകുതി സംസ്ഥാനങ്ങളുടെ അംഗീകാരവും. മനസ്സിലായില്ലേ? ഇപ്പൊ GST ബില്ലൊക്കെ പാസ്സാക്കിയത് എങ്ങനെയാണ്? പ്രത്യേക ഭൂരിപക്ഷവും പകുതി സംസ്ഥാനങ്ങളുടെ അംഗീകാരവും വെച്ചാണ് GST ബില്ല് പാസ്സാക്കിയത്. ഓക്കെ, അപ്പൊ ഈ 3 രീതിയിലുള്ള ഭൂരിപക്ഷം ഉണ്ട്. ഒന്ന് കേവല ഭൂരിപക്ഷം. അതായത് എന്താണ് കേവല ഭൂരിപക്ഷം എന്ന് പറയുന്നത്? പകുതി പ്ലസ് 1 ആണ്. ഞാൻ പറയാം, പകുതി പ്ലസ് 1 കേവല ഭൂരിപക്ഷം. 3-ൽ 2 ഏത്? പ്രത്യേക ഭൂരിപക്ഷം. 3-ൽ 2 പ്രത്യേക ഭൂരിപക്ഷം. 3 അംഗങ്ങളിൽ 2 മൊത്തമുള്ള അംഗങ്ങളുടെ 3-ൽ 2 പ്രത്യേക ഭൂരിപക്ഷം. ഓക്കെ, ഭൂരിപക്ഷം നമ്മൾ പ്രത്യേകം നോക്കാം. പ്രത്യേക ക്ലാസ്സിൽ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ ഈ രാജ്യസഭയിൽ ഏത് ഭൂരിപക്ഷത്തിലാണ് പ്രസ്തുത പ്രമേയം പാസ്സാക്കേണ്ടത്? പ്രത്യേക ഭൂരിപക്ഷം കേട്ടോ. ഓക്കെ, പ്രസ്തുത പ്രമേയം ലോകസഭയിൽ കേവല ഭൂരിപക്ഷത്തിൽ, അതായത് സിമ്പിൾ മെജോറിറ്റിയിൽ എന്ത് ചെയ്യണം? പാസ്സാക്കണം. മനസ്സിലായ? രാജ്യസഭയിലാണ് ഈ ഇംപീച്ച്മെന്റ് നടപടിക്രമങ്ങൾ എന്ത് ചെയ്യേണ്ടത്? ആരംഭിക്കേണ്ടത്. രാജ്യസഭയിലാണ് ഇംപീച്ച്മെന്റ് നടപടിക്രമങ്ങൾ ആരംഭിക്കേണ്ടത്. ഈ ആരംഭിക്കുന്ന ഇംപീച്ച്മെന്റ് നടപടിക്രമങ്ങൾ രാജ്യസഭ എങ്ങനെ പാസ്സാക്കണം? പ്രത്യേക ഭൂരിപക്ഷം, അല്ലെങ്കിൽ നമ്മൾ ഇംഗ്ലീഷിൽ എന്താ പറയുന്നത്? എഫക്റ്റീവ് മെജോറിറ്റി എന്നും പറയും കേട്ടോ. ഫങ്ഷണൽ മെജോറിറ്റി എന്നൊക്കെ പറയും. അതുപോലെ ഓക്കെ, അപ്പോൾ അത് മനസ്സിലായല്ലടാ. രാജ്യസഭയിലാണ് ആദ്യം ഈ പ്രമേയം അവതരിപ്പിക്കേണ്ടത് കേട്ടോ. ആ പ്രമേയം പ്രത്യേക ഭൂരിപക്ഷത്തോടെ എന്ത് ചെയ്യണം? രാജ്യസഭ പാസ്സാക്കണം. അതേ പ്രമേയം തന്നെ ലോകസഭയിൽ എങ്ങനെ പാസ്സാക്കണം? കേവല ഭൂരിപക്ഷം, അല്ലെങ്കിൽ സിമ്പിൾ മെജോറിറ്റിയിൽ എന്ത് ചെയ്യണം? പാസ്സാക്കണം. ഈ വൈസ് പ്രസിഡന്റിനെ പുറത്താക്കുന്നതിന് എത്ര ദിവസം മുമ്പ് അദ്ദേഹത്തിന് നോട്ടീസ് കൊടുക്കണം? 14 ദിവസം. 14 ദിവസം മുമ്പാണ്. നമ്മുടെ രാഷ്ട്രപതിക്ക് 14, ഉപരാഷ്ട്രപതിക്കും 14. ഓക്കെ, ഈ വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ എന്തെങ്കിലും തർക്കം വന്നു കഴിഞ്ഞാൽ, വൈസ് പ്രസിഡന്റ് ഇലക്ഷനിൽ എന്തെങ്കിലും തർക്കം വന്നാൽ അത് പരിഹരിക്കുന്ന ആരാ? സുപ്രീം കോടതിയാണ്. ഓക്കെ, പ്രസിഡന്റ് ഇലക്ഷനാ? സുപ്രീം കോടതി. MLA MP ഇലക്ഷനാ? ഹൈക്കോടതി. MLA MP ഇലക്ഷൻ തർക്കം പരിഹരിക്കുന്നത് ഹൈക്കോടതിയാണ്. രാഷ്ട്രപതി ഉപരാഷ്ട്ര ഇലക്ഷൻ തർക്കം പരിഹരിക്കുന്നത് സുപ്രീം കോടതിയാണ്. ഓക്കെ, ശരി. അടുത്ത്, ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് ആകസ്മികമായ ഒഴിവ് വന്നാൽ കഴിയുന്നതും നേരത്തെ പുതിയ ഉപരാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കണം. സമയം എന്ന് പറയുന്നത് കഴിയുന്നത് നേരത്തെ, എത്രയും പെട്ടെന്നായാൽ അത്രയും. മനസ്സിലായ? എന്ന് പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 68. 68 എന്ത് ചെയ്യുന്നുണ്ട്? ആ കാര്യം പറയുന്നുണ്ട്. മനസ്സിലായ? ഇനി നമ്മൾ നേരത്തെ പറഞ്ഞു ലോകസഭ
സ്പീക്കർക്ക് തുല്യമായ ഒരു പദവിയാണ് രാജ്യസഭ ചെയർമാനായിട്ട് ഉപരാഷ്ട്രപതി വഹിക്കുന്നത് പറഞ്ഞു. പക്ഷേ ഒരു വ്യത്യാസമുണ്ട് ഇവർക്ക് തമ്മിൽ. എന്താണ് വ്യത്യാസം? വോട്ടിംഗ് പവർ ഇല്ല, അതൊക്കെ വേറെ അങ്ങനെയൊക്കെ അത് വെച്ച് ആലോചിച്ചാൽ കിട്ടും. നിങ്ങൾ ചിന്തിക്കേണ്ട ആൾക്കാരാണ്, ചിന്തിച്ച് ഉത്തരങ്ങൾ പറയേണ്ട. ഭാവിയിലേക്കുള്ള വാഗ്ദാനങ്ങൾ, രാജ്യത്തിൻ്റെ വികസനത്തിൻ്റെ ചെങ്കോല് പിടിച്ച് മുന്നിൽ നിൽക്കേണ്ട പറ ആർക്ക് പറയാം രാജ്യസഭ ചെയർമാൻ അതൊന്നുമല്ല. കാർഡ് കയറണ്ട, സിമ്പിളായിട്ട് ചിന്തിച്ചാൽ കിട്ടുന്ന കാര്യമാണ്. കിടിലാക്കും. ഇവിടെ ഈ ലോകസഭ സ്പീക്കർ എന്ന് പറയുന്നത് ലോകസഭയിലെ ഒരു അംഗമാണ്, എന്നാൽ രാജ്യസഭ ചെയർമാൻ രാജ്യസഭയിലെ അംഗമല്ല. അതായത് നമ്മുടെ ഉപരാഷ്ട്രപതി എന്ന് പറയുന്നത് ഒരു രാജ്യസഭ അംഗമല്ല, മനസ്സിലായി? പക്ഷേ ലോകസഭ സ്പീക്കർ എന്താണ്ടാ ലോകസഭയിലെ അംഗമാണ്. ലോകസഭ അംഗങ്ങളിൽ നിന്നാണ് ഒരാളെ ലോകസഭ സ്പീക്കറായിട്ട് നടക്കുന്നത്. ഇപ്പോൾ ഓം ബിർള തന്നെ കോട്ട എന്ന് പറയുന്ന രാജസ്ഥാനിലെ ഒരു ലോകസഭ മണ്ഡലത്തിൽ നിന്നുള്ള അംഗമാണ് ആര്? ഓം ബിർള, മനസ്സിലായില്ലേ? പക്ഷേ നമ്മുടെ ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖർ എന്ന് പറയുന്നത് ഒരു പാർലമെൻറ്റ് മണ്ഡലത്തിൽ നിന്നുള്ള അംഗമല്ല. അപ്പോൾ അതാണ് തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ ആയതുകൊണ്ട് തന്നെ പാർലമെൻറ്റിൽ അംഗമല്ലാത്തത് കൊണ്ട് ഇദ്ദേഹത്തിന് എന്തില്ല? സഭയിൽ വോട്ടവകാശവും ഇല്ല, മനസ്സിലായല്ലോ? അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഉപരാഷ്ട്രപതിയുടെ ഒരു അടിസ്ഥാന രീതിയിൽ നിങ്ങൾ അറിഞ്ഞിരിക്കണം, മനസ്സിലായല്ലോ? ഓക്കെ, അപ്പോൾ ഇത് ഞാൻ നാളെ ചോദിക്കും. ഓക്കെ അല്ലേ? ശരി, അപ്പം ഇത്രയും നല്ലതായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ചിട്ടൊക്കെ വരിക. ഓക്കെ, അപ്പോൾ നാളത്തെ കാര്യം മറക്കണ്ട. നമുക്ക് ഗാന്ധി ജയന്തി ആയതുകൊണ്ട് നമ്മൾ മഹാത്മാഗാന്ധിയുമായി ബന്ധപ്പെട്ടൊരു ക്വിസ് കോമ്പറ്റീഷൻ നമ്മുടെ സെൻറ്ററിലുണ്ട്. അത് ഇവിടെ പറയേണ്ട ആവശ്യമില്ല. ഓക്കെ ശരി, അപ്പം നമുക്ക് നാളെ അടുത്ത ക്ലാസ് കാണാം. ബൈ, ടാറ്റ.